ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായുള്ള മാസപ്പടി വിവാദം കഴിയുന്നത്ര ചർച്ചാ വിഷയമാക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇടതുപക്ഷം. എന്നാൽ കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് മാസപ്പടി വിവാദം. മാസപ്പടി വിവാദത്തിലുള്ള പുനരന്വേഷണം വീണ്ടും ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നു. KSIDCക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. അന്വേഷണത്തിൽ നിന്ന് KSIDCയെ മാറ്റി നിർത്തണം എന്നൊരു ഹർജി KSIDC കോടതിക്ക് സമർപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് അതിനെ എതിർക്കുകയായിരുന്നു. KSIDCക്ക് CMRൽ ഒരു ഡയറക്ടറുണ്ട്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടിൽ KSIDCക്ക് വ്യക്തമായ വിവരവുമുണ്ട്. അതുകൊണ്ട് ഇത്തരമൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയുക എന്നായിരുന്നു കേന്ദ്രം കോടതിയെ അറിയിച്ചത്. അതുതന്നെ കോടതിയും ആവർത്തിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ KSIDCക്ക് അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. മാസപ്പടി വിവാദം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു. സഭയ്ക്കകത്തും പുറത്തുമൊക്കെ രാഷ്ട്രീയപരമായ ഒരു ആയുധമായി KSIDCയെയും CMRലിനെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും ഒക്കെ കരുക്കളായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് കോൺഗ്രസിന്റെ MLA ആയ മാത്യു കുഴൽനാടനായിരുന്നു. മാത്യു കുഴൽനാടൻ സഭയ്ക്കുള്ളിൽ ഈ വിഷയം ചർച്ചയാക്കുവാൻ ശ്രമിച്ച സമയങ്ങളിലെല്ലാം തന്ത്രപരമായ ഇടതുപക്ഷം അതിനെ എതിർക്കുകയായിരുന്നു. ആദ്യം തൻ്റെ കൈ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തന്ത്രപരമായി അവിടെ നിന്നും ഒഴിഞ്ഞു മാറി. പിന്നീട് ഈ വിഷയം ചർച്ചയാകുന്ന ദിവസം സഭയിൽ വരാതെ മാറി നിന്നു. ഇതിനെല്ലാമെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുവാൻ, മാസപ്പടി വിവാദത്തിനെതിരെ ശക്തമായ ശബ്ദമുയർത്തുവാൻ മാത്യു കുഴൽനാടൻ സഭയ്ക്കുള്ളിൽ ശ്രമിച്ചപ്പോൾ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിന്നീട് തിരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾക്കിടയിൽ ഇവയെല്ലാം ഒതുങ്ങി നിന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടി കോടതിയുടെ വിധി വരട്ടെ, കോടതി പരിഗണിക്കട്ടെ എന്നൊക്കെയായിരുന്നു ഇടതുപക്ഷം പിന്നീട് പറഞ്ഞിരുന്ന രാഷ്ട്രീയ മറുപടികൾ. എന്നാൽ കോടതി അതിൽ ഇടപെട്ടു. KSIDC ഇതിൽ അന്വേഷണത്തിന് വിധേയമാകണം എന്ന് തന്നെ അറിയിച്ചു. CMRൽ ബന്ധം KSIDCക്കുമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. കമ്പനിയുടെ ബോർഡിൽ KSIDCക്കും വ്യക്തമായ ഇടമുണ്ട് എന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തിന് വിധേയപ്പെടുക എന്നുള്ളതല്ലാതെ KSIDCക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായുള്ള കുടുക്ക് കുറച്ചുകൂടി മുറുകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതിൽ പങ്കുണ്ടോ എന്നുവരെ അന്വേഷിക്കുവാനുള്ള അധികാരം SFIOയ്ക്ക് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുവാനുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് SFIO ഇതിൽ ഒരു തീരുമാനമെടുത്താൽ, അന്വേഷണം കടുപ്പിച്ചാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഏൽക്കുവാൻ പോകുന്ന വലിയൊരു പ്രഹരം തന്നെയായിരിക്കും ഈ കോടതി ഉത്തരവ്. എന്തായാലും ഇതുവരെ മന്ത്രിമാരോ MLAമാരോ ആരും ഇതിനോട് മറുപടി നൽകിയിട്ടില്ല. ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇത് വ്യക്തിപരമായ ഒരു വിഷയമാണ്. വീണ വിജയൻ എന്ന ഒരു സംരംഭകയ്ക്ക് നേരിട്ടിട്ടുള്ള ഒരു പരാതി, ഇത് തീർത്തും വ്യക്തിപരമാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ എന്ന തരത്തിലും ഇതിൽ CPIMനെ പോലുള്ള ഒരു പാർട്ടി വ്യക്തമായി മറുപടി പറയുകയും വീണ വിജയനെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന രൂക്ഷമായ ഒരു ആരോപണം ഉയരുന്നതും ഇത് വ്യക്തിപരമല്ലാത്ത ഒരു വാർത്തയാക്കി മാറ്റുന്നുമുണ്ട്. ഇവിടെ ഇടതുപക്ഷ സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ട് എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ പറയുന്നത്. രാഷ്ട്രീയ പോരാട്ടത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളും തയ്യാറെടുക്കുമ്പോൾ 20 ഇടങ്ങളിലും ഇത് ചർച്ചാ വിഷയമാകുക തന്നെ ചെയ്യും. അങ്ങനെ വന്നാൽ വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി നടക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ്. എന്തായാലും കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗപ്പെടുത്തും. ആ രാഷ്ട്രീയ ആയുധത്തിൽ ഇടതുപക്ഷത്തിന് മുറിവേൽക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്.